എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു അടിപൊളി ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വലിയൊരു ബൗൾ എടുക്കുക, ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമ്മൾ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇവിടെ നമ്മൾ എഗ് വൈറ്റ് എടുക്കുന്നുണ്ട്, യെല്ലോ എടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമല്ല. അപ്പോൾ നമ്മൾ 3 കോഴിമുട്ടയാണ് കേട്ടോ അവിടെ എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കില്ലേ കോഴിമുട്ട, അതേപോലെ ഒന്ന് സ്പൂണ് വെച്ച് അടിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു വിസ്കർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ഓംലേറ്റ് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ കോഴിമുട്ട നന്നായി മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാരായ കാരണം കൂടുതൽ സ്വീറ്റ്നെസ് ആണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ വല്ല പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തേൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാപ്പിൾ സിറപ്പൊക്കെ യൂസ് ചെയ്യാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ സിനമൺ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സിനമൺ പൗഡർ വീട്ടിലില്ലാത്തവർക്ക് നമ്മളുടെ കറുവാപ്പട്ട പൊടിക്കുക, മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഇതില്ലാത്തവർ അത് ഇട്ട് കൊടുക്കണം നിർബന്ധമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കിട്ടുന്നത് ശരിക്കും സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. പാല് കുറേയൊന്നും വേണ്ട, പാല് ജസ്റ്റ് അതൊന്ന് ഒരു വൈറ്റിഷ് കളർ വരാൻ, അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു മിൽക്കി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ പാല് ചേർക്കുന്നത്. അങ്ങനെ നമ്മളുടെ പഞ്ചസാരയും സിനമൺ പൗഡറും അതുപോലെ തന്നെ കോഴിമുട്ടയും തമ്മിൽ നന്നായി മിക്സായി കിട്ടി. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ചോയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം നിർബന്ധമില്ല, കാരണം നമ്മൾ ഓൾറെഡി സിനമൺ പൗഡർ ചേർത്ത കാരണം ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ്ചർ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ പാന് ചൂടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ വലിയ കുറച്ച് വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒന്ന് മാറ്റി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെഡ് സ്ലൈസസ് ഉണ്ടല്ലോ അത് 1 by 1 ആയിട്ട് ഈ ഒരു മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. 2 ഭാഗം നന്നായി ഡിപ്പ് ചെയ്തെടുക്കുക. ആ ബ്രെഡിൽ ആ ഒരു മിക്സ്ചർ കയറുന്നത് വരെ നമ്മൾ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഇത് നമ്മൾ ഒരു പാനിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ബ്രെഡ് സ്ലൈസസ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടായ പാനിൽ ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ശരിക്കുള്ള ബട്ടർ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിന് പകരം നെയ്യൊന്നും ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പാടില്ല. ബട്ടർ ഇട്ട് കൊടുത്താലാണ് ആ ശരിക്കുള്ള ഒരു സ്മെല്ല് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ബട്ടർ ഇപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ബട്ടർ വീട്ടിലില്ലാത്തവർക്ക് അതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ഈ മെൽട്ടായിട്ടുള്ള ബട്ടറിലേക്ക് നമ്മൾ ഓരോ ഈ എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ബ്രെഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അത് എഗ് മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നേരത്തെ കാട്ടിയില്ല, അതേപോലെ ഡിപ്പ് ചെയ്യുക. ഇനി നല്ലോണം കരിയരുത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ അതൊന്ന് ടോസ്റ്റ് ആവുന്നത് വരെ നമ്മൾ ഇതേപോലെ തന്നെ പാനിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കരിഞ്ഞിട്ടില്ല, പക്ഷെ ആ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇതെന്താ സംഭവം ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയുന്നതെന്ന്. പക്ഷേ ശരിക്കും നമ്മളുടെ നാട്ടിൽ ഈ സംഭവം എന്താ, നമ്മൾ ബ്രെഡ് കോഴിമുട്ടയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മുക്കി പൊരിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് സ്കൂൾ വിട്ട് വന്ന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡിഷാണിത്, സ്നാക്സാണ്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ ഇവിടെ ഫ്രഞ്ച് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്സാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ്ചർ വെച്ചിട്ട് ഒരു 7-8 ബ്രെഡ് സ്ലൈസസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്നത് ബട്ടറിൻ്റെ കൂടെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ബട്ടർ ചൂട് കൊടുക്കണം, അതിൻ്റെ മുകളിൽ വെച്ചാലൊന്ന് മെൽട്ടായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.